അരനൂറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന മലയാളത്തിന്റെ അമ്മ മുഖത്തിന് വിട. ഗായിക ആകാൻ ആഗ്രഹിച്ച പൊന്നമ്മ 11-ാം വയസ്സിൽ അരങ്ങേറ്റം നടത്തി. പൊന്നമ്മയുടെ നെറ്റിയിൽ എന്നും സ്ഥാനം നേടിയ വലിയ ചുവന്ന കുങ്കുമപ്പൊട്ട് അവൾ അങ്ങേയറ്റം ബഹുമാനിച്ചിരുന്ന MS സുബ്ബലക്ഷ്മിയോടുള്ള ആരാധ്യ സൂചകമായിരുന്നു. ജനിച്ചു വളർന്ന ഗ്രാമത്തിന്റെ പേര് സ്വന്തം പേരിന്റെ മുൻപിൽ ചാർത്തി കിട്ടിയപ്പോൾ അവളാൽ പത്തനംതിട്ടയിലെ കവിയൂർ എന്ന ചെറിയ ഗ്രാമം പ്രശസ്തമായി. 14-ാം വയസ്സിൽ പൊന്നമ്മ പാട്ടിൽ നിന്നും വഴിമാറി നാടകാഭിനയത്തിലും പിന്നീട് സിനിമയിലും എത്തി. 20-ാം വയസ്സിൽ തൊമ്മന്റെ മക്കളിൽ നടൻ സത്യന്റെയും മധുവിന്റെയും അമ്മവേഷം അനശ്വരമാക്കിയ പൊന്നമ്മയ്ക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 1996 മുതൽ 2021 വരെ പൊന്നമ്മയില്ലാത്ത ഒരു മലയാള സിനിമാ വർഷവും ഉണ്ടായില്ല. ലഭിച്ച പുരസ്കാരങ്ങളെക്കാൾ എല്ലാം വലുതായിരുന്നു മലയാളികളുടെ മനസ്സിൽ നേടിയ സ്ഥാനം. മലയാളിയുടെ മാതൃസങ്കല്പങ്ങൾക്ക് ജീവൻ പകർന്ന ഈ അമ്മയുടെ സ്വകാര്യ ജീവിതവും സങ്കടങ്ങൾ നിറഞ്ഞതായിരുന്നു. മലയാളിയുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്ന ആ വലിയ കുങ്കുമപ്പൊട്ടിന് പ്രണാമങ്ങൾ.